ആദ്യത്തെ പടം ഞാൻ പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ വന്ന അന്നൊരു ബമ്പർ ഹീറ്റ് ഉറപ്പാണ്. അത് കഴിഞ്ഞ DC ഇറക്കിയ ശേഷം വന്നതാണ് കളങ്കാവലിട്ട് തൂക്കി. വിനായകനും മമ്മൂക്ക, അതായത് രണ്ട് ലെജൻഡുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സീനാണ്. ബ്രില്യൻ്റ് ആണ്. വിനായകനും അടിപൊളി, മമ്മൂക്ക അടിപൊളി. മലയാള സിനിമയിൽ വിനായകൻ ഒരു ചെയർ വലിച്ചിട്ട് കൊടുത്തത് മമ്മൂക്ക തന്നെയാണ്. ഉറപ്പിച്ചോ, ഇനി വിനായകനും മമ്മൂക്കയും മോഹൻലാലൊക്കെ തുടങ്ങിയിട്ടുള്ളവർ വീണ്ടും പുനർജനിക്കുകയാണ്. അതുപോലെ തന്നെ പാട്ടുകൾ, മ്യൂസിക് കിടിലം, BGM ഒക്കെ അടിപൊളി. പഴയകാല സോങ്ങുകളെല്ലാം കൊണ്ടുവന്ന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫുള്ള് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാം. നമ്മളിങ്ങനെ ത്രസിച്ചിരിക്കുകയാണ് എന്ത് സംഭവിക്കാം. നമുക്ക് അതാണ് ഏറ്റവും വലിയ, അതായത് ദൃശ്യം പോലെയൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാം. പടം നല്ല സിനിമയാണ്. ഇത് സൂപ്പർ ഹിറ്റാണ്, ബമ്പർ ഹിറ്റ്. ആദ്യത്തെ 100 കോടിയാണ് മമ്മൂക്കാണ്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. രണ്ടാമത് കാണാനുള്ള പടമുണ്ടോ? രണ്ടാമത് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. രണ്ടാമത് കണ്ടാലും അടിപൊളി തന്നെ. അതിന്റെ ക്ലൈമാക്സ് സീനൊക്കെ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണോ? അപ്പുറം തന്നെയാണ്. നമ്മൾ പ്രതീക്ഷയില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ സെക്കൻഡ് പാർട്ട് ഒരു വന്നത് പിടിക്കുള്ളൂ എന്നാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ തന്നെ കൂടി വേറെ ലെവലാക്കി കളഞ്ഞു. വിനായകൻ ചേട്ടൻ വേറെ തെറി അഭിനയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടേക്കണ വിനായകൻ ചേട്ടനല്ല, അതിനേറ്റവും അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചത്. അതായത് എനിക്ക് തോന്നുന്നൊരു വില്ലനെ നായകനാക്കാനും നായകനെ വില്ലനാക്കാനും ഈ ഡയറക്ടർ കഴിഞ്ഞുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഭയങ്കര ഇഷ്ടപ്പെടും. അടിപൊളി, ഒന്നും പറയാനില്ല. നമുക്ക് ഈ ഒരു ക്യാരക്ടർ എടുത്ത് തന്നെ പുള്ളിക്ക് അറിയാം ഇത് സൂപ്പർ ഹിറ്റ് ആവും എന്നുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് മമ്മൂക്ക, അതുപോലെ തന്നെ വിനായകൻ, ഡയറക്ടർ, തീർച്ചയായിട്ടും അത് ഭയങ്കര ബ്രില്യൻസ് ആണ് പുള്ളിയുടെ. തീർച്ചയായിട്ടും ഭയങ്കര, ഞാൻ ഇത്ര പ്രതീക്ഷയില്ല. ഭയങ്കര പടം, ഒന്നും പറയാനില്ല. അടിപൊളി കാണാൻ പറ്റിയ മമ്മൂക്കേനെ, ആ കഥാപാത്രത്തെ ഞാൻ അങ്ങേറ്റം വെറുക്കുന്നു. സിഗരറ്റ് വലിയ ഞാൻ വെറുക്കുന്നു. ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതോടുകൂടി സിഗരറ്റ് വലിച്ചുകൊണ്ട് ആ കഥാപാത്രം ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ വളരെ എനിക്ക് സിഗരറ്റ് വലിയോടെ ഒരു വെറുപ്പ് വന്നു. പിന്നെ ഒരു കാര്യം, ഒരു മെസ്സേജ് ഇതിലൂടെ വരുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വഴിവിട്ട ജീവിതം നയിക്കുന്ന സ്ത്രീകൾ, അവർ അബദ്ധസന്ധാനം നടത്തുന്ന സ്ത്രീകൾക്കുള്ളൊരു താക്കീതാണ്. നിങ്ങൾ പോകുന്ന തെറ്റായ വഴിയിലേക്കാണ്, നിങ്ങൾ മരണത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഈ പടത്തിലുണ്ട്. സൂപ്പറായിട്ട് മമ്മൂക്ക അഭിനയിക്കുകയും വിനായകൻ ജീവിക്കുകയും ചെയ്തു. മമ്മൂക്ക ഇപ്പോൾ കഴിഞ്ഞ പ്രസ് മീറ്റിംഗ് പറഞ്ഞ പോലെ ഈ കഥാപാത്രത്തെ വിട്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു പ്രേക്ഷകനും ഈ സിനിമ കണ്ടിട്ട് നല്ല ഒരു ലാഗില്ലാതെ ഇതിൽ നമുക്ക് വില്ലൻ ആരാണെന്ന് അറിയാം. കാരണം നമ്മൾ ഓരോ മലയാള സിനിമ കാണുമ്പോൾ സസ്പെൻസ് ആരാണ് ഇത് ചെയ്തതെന്നുള്ളത്. ഇതിൽ ചെയ്യണത് കാണിക്കേണ്ട എല്ലാം കാണിക്കും. ഈ കഥയുടെ കൂട്ട് അവസാനിപ്പിക്കും. അതാണ് ജോസിൻ്റെ വീട്ടിൽ നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞാൽ വിനായകൻ എന്ന കഥാപാത്രത്തെ ആ പോലീസ് ഓഫീസർ, എന്തോരം മലയാള സിനിമയിൽ പോലീസ് ഓഫീസർമാർ ചട്ടിലുമായിട്ടുള്ള സുന്ദരന്മാരായിട്ടുള്ള നല്ല പെർഫെക്റ്റുള്ള പോലീസുകാരുണ്ട്. പക്ഷേ വിനായകൻ അദ്ദേഹത്തിനെ അത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ വിനായകൻ എന്ന് പറയുന്ന അഭിനേതാവ് വളരെ വർഷങ്ങൾക്ക് മാന്ത്രികം എന്ന സിനിമയിലൊക്കെ നമ്മൾ അന്നുപോലെ കാണുന്നില്ല വിനായകൻ, എൻ്റെ ഓർമ്മയിൽ. പക്ഷെ അദ്ദേഹത്തിന് ഗംഭീരമായിട്ടുള്ളൊരു മലയാളത്തിൽ നല്ലൊരു നായകപാത്രം നമുക്ക് കമ്പനി കൊടുത്തു. വിനായകൻ അത് പെർഫോമൻസ് ചെയ്യാൻ പറ്റി. കാരണം നല്ല പെർഫോമൻസ് ആയിട്ടുണ്ട് വിനായകനും അവരുടെ മമ്മൂക്ക. ഇതിൽ ഓരോ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ഈ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പടത്തിൽ നമ്മൾ കാണുന്നുണ്ട് കുറച്ച് കഥാപാത്രം. നായിക കഥാപാത്രം നമ്മൾ മമ്മൂക്ക കഴിഞ്ഞ ദിവസം 21 നായികമാരായിട്ട് നടന്നു എന്ന് പറഞ്ഞു. മലയാള സിനിമയിൽ 21 നായികമാർ, ഈ സുന്ദരനായിട്ടുള്ള മമ്മൂക്കയുടെ അഭിനയിക്കാൻ പറ്റിയ എല്ലാ നായികമാർക്കും അവർക്ക് അഭിനയിക്കാം, അവർക്ക് അഭിമാനിക്കാം.